കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷത്തോടും ക്ഷേമത്തോടും അനുഗ്രഹത്തോടുമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ ഈ ആഴ്ചയിൽ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുവേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമായി വായിപ്പാനായിട്ടിടയായിത്തീർന്നു. കാരണം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിലും ഇതേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ, മലപ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിനെ പിൻപറ്റുന്ന, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശുദ്ധമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ വളരെ വ്യക്തമായ ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണേണ്ടുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. 1, സ്നേഹിക്കുവിൻ. 2, ഗുണം ചെയ്യുവിൻ. 3, അനുഗ്രഹിക്കുവിൻ. 4, പ്രാർത്ഥിപ്പിൻ. 4 കാര്യങ്ങൾ. 1, സ്നേഹിക്കുവിൻ. 2, ഗുണം ചെയ്യുവിൻ. 3, അനുഗ്രഹിക്കുവിൻ. 4, പ്രാർത്ഥിപ്പിൻ. ഇത് ഏതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്നേഹിക്കുവിൻ. ആരെ സ്നേഹിക്കണം? അവിടെ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43-ൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, യേശു നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ശത്രുക്കളെ സ്നേഹിക്കുക. പലപ്പോഴും നാം സ്നേഹിക്കുന്നവരെല്ലാം നമ്മെ സ്നേഹിക്കുന്നവരാണ്. നമ്മെ സ്നേഹിക്കുന്നവരെയാണ് നാം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം അനുദിനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നാം ആരംഭിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കുറയും. യേശുക്രിസ്തു പഠിപ്പിച്ച, ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വലിയ പ്രസ്താവനയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്നേഹം വർദ്ധിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കുറയും. ആ സ്നേഹം തുടർന്നു കൊണ്ടുപോകുമ്പോൾ സ്നേഹത്തിൻ്റെ മുൻപിൽ ശത്രുക്കളില്ല. സ്നേഹിക്കുന്നവർക്ക് ശത്രുക്കളില്ല. ഈ വാക്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ മർമ്മം, നാം സ്നേഹിക്കുവാൻ ആരംഭിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കുറയുന്നു. ശത്രുക്കൾ തന്നെ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നവരെയല്ല, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നാണ് മത്തായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുക. അതിൻ്റെ ആഴങ്ങളിലേക്ക്, വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാതെ നമ്മളോട് കയ്പായിരിക്കുന്നവർ, പല രീതിയിലും
നമ്മളെ വെറുക്കുന്നവരോട് അവരെ സ്നേഹിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ഈ സ്വഭാവം അനുദിനം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളെ അപ്പോൾ സ്നേഹിക്കേണ്ടത് നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, ശത്രുക്കളെയും സ്നേഹിക്കുവാൻ നാം തയ്യാറാകണം. 2, പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. വേറൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ഹല്ലേലൂയ. വെറുക്കുന്നവരെ നാം വെറുക്കുന്നു, പക്ഷേ അവർക്ക് നന്മ ചെയ്യുവാൻ, ഗുണം ചെയ്യുവാൻ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക. സ്തോത്രം. പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നാം കരുതുന്നുള്ളൂ, അവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ. വെറുക്കപ്പെട്ട, നമ്മളെ വെറുക്കുന്നവരേക്ക് നന്മ ചെയ്യുവാൻ, ഗുണം ചെയ്യുവാൻ യേശുക്രിസ്തു പഠിപ്പിച്ചു. യേശുക്രിസ്തു അതാണ് ഈ ഭൂമിയിൽ ചെയ്തത് നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഞാനിവിടെ ഒരു മതത്തെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ജാതികളെക്കുറിച്ചോ ഞാൻ പറയുന്നത്, യേശുവിനെ പിൻപറ്റുന്ന അല്ലെങ്കിൽ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം വെറുക്കുന്ന, നിന്നെ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുക, ഗുണം ചെയ്യുക. നിന്നെ വെറുക്കുന്ന, കാരണമില്ലാതെ നിന്നെ വെറുക്കുന്നവരുണ്ടാകാം, ഒരു കാരണവുമില്ല. ചിലർക്ക് നമ്മളെ കാണാൻ തന്നെ വെറുപ്പായിരിക്കാം. അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നന്മ ചെയ്യുക, അവരെ സ്നേഹിക്കുക. 3-ാമത്തെ കാര്യം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഞാനൊരു സഭയുടെ ശുശ്രൂഷകനായിരിക്കും, ഒരു ഇടയനായിരിക്കുന്നതുകൊണ്ട് പലരുടെയും പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലെ അവരധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശാപം. യേശുവിൻ്റെ നാമത്തിൽ അവരെ ശപിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ശപിക്കുന്നു. അവർ ശാപമായി പോകട്ടെ, അവർ ശാപഗ്രസ്തരായി തീരട്ടെ. പഴയ നിയമത്തിൽ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശാപസങ്കീർത്തനം തന്നെ ഉണ്ട്. അവൻ നശിച്ചു പോകട്ടെ, അവൻ്റെ കുടുംബം ഇല്ലാതെ പോകട്ടെ, അവൻ്റെ തലമുറ നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്ന സങ്കീർത്തനമുണ്ട്. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ചത്, ശപിക്കുന്നവരെ, നിന്നെ ശപിക്കുന്നവരെ നാം തിരിച്ച് ശപിക്കുവാൻ ഒരു പ്രമാണം നമുക്കില്ല, അനുഗ്രഹിക്കുവാനേ പ്രമാണമുള്ളൂ. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവർ അനുഗ്രഹിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ശപിക്കുന്നവരായി മാറരുത്. കാരണമില്ലാതെ നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഒരു കാരണവുമില്ല. ചില വെറുതെ ശപിക്കുന്നത് കണ്ടിട്ടുണ്ട്. നീ നാശമായി പോകട്ടെ, നീ ഇല്ലാതെ പോകട്ടെ, നിന്റെ തലമുറ അങ്ങനെയായി പോകട്ടെ. അത് കേട്ട് ഭയപ്പെടേണ്ടവരല്ല നമ്മൾ. അങ്ങനെ ശപിക്കുന്നവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. യേശുവിനെ പിൻപറ്റുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? യേശുവിനെ അനുഗമിക്കുവാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിന്നെ ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കുകയല്ല, നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അവരെ അനുഗ്രഹിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇത് യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പാഠമാണ്. അവരെ ശപിക്കുന്നു, ഇവരെ ശപിക്കുന്നു, അവർ ശാപമായി പോകട്ടെ. ഞാൻ എത്രയോ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. അവർ നാശമായി പോകട്ടെ, അവരില്ല. ഒരിക്കലും അങ്ങനെയല്ല ദൈവം കർത്താവ്
പറഞ്ഞത്, നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. കാരണമില്ലാതെ നമ്മളെ ശപിക്കുന്നവരുണ്ടാകാം, എന്തുമായിക്കൊള്ളട്ടെ, അവരെ അനുഗ്രഹിക്കുക. സ്തോത്രം. അവർക്ക് നന്മ ചെയ്യുക. ഹല്ലേലൂയ. അവരെ സ്നേഹിക്കുവാൻ തയ്യാറ്. അതാണ് യേശു ക്രിസ്തു കാണിച്ച മാതൃക. ഹല്ലേലൂയ. തന്നെ എത്രയോ പേർ വെറുത്തു, ശപിച്ചു, നിനക്ക് ഭൂതമുണ്ടെന്നും ബേസുകളുണ്ടെന്നും ഒക്കെ പറഞ്ഞ് യേശു ക്രിസ്തു ഈ ഭൂമിയിലുള്ളപ്പോൾ തന്നെ എത്രയോ വാക്കുകൾ കേൾക്കേണ്ടവൻ. പക്ഷെ അവരെല്ലാം അനുഗ്രഹിച്ചു. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുകയാൽ അവരെ അനുഗ്രഹിക്കണമേ, അവരെ ക്ഷമിക്കണമേ. അനുഗ്രഹിക്കുക. ആരെ? നിന്നെ ശപിക്കുന്നവരെ. അവസാനമായി പറയുന്നു, നിന്നെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ ദുഷിക്കുക, ഉപദ്രവിക്കുക, ആവശ്യമില്ലാതെ, ഒരു കാരണമില്ലാതെ ഉപദ്രവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ദൈവവേളയിലായിരിക്കുന്ന എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർ. ഞാനൊരു 10-23 വർഷമായി ഒരേ സഭയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പല സഭകളിലും 2 വർഷമോ 3 വർഷമോ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അതിന് ശേഷം മാറിപ്പോകുന്ന ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്: ആവശ്യമില്ലാതെ അവർക്കെതിരായ വന്ന ഉപദ്രവങ്ങൾ, ദൂഷണങ്ങൾ. ഹല്ലേലൂയ. നിന്നെ ദൂഷിക്കുമ്പോൾ, നിന്നെ ആവശ്യമില്ലാതെ കാരണമില്ലാതെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ച മാർഗം. തിരിച്ച് അവരെ ഉപദ്രവിക്കുവാനോ അവർ ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്യുവാനോ അല്ല കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. നീ യേശുവിനെ പിൻപറ്റുവാൻ, നീ യേശുവിൻ്റെ പാതയെ തിരഞ്ഞെടുക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവർ ചെയ്യുന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ പിൻഗാമിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്നെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു കാരണവുമില്ലാതെ ദൂഷിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നെ ഉപദ്രവിക്കുന്നവർ, ഒരു കാരണവുമില്ലാതെ നിന്നെ ശപിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു പഠിപ്പിച്ച മാർഗം ഇതാണ്. ശാപത്തിന് പകരം ശാപമല്ല, ഉപദ്രവത്തിന് പകരം തിരിച്ചുപദ്രവിക്കുകയല്ല. ഹല്ലേലൂയ. സാധാരണ നാം പറയുന്നുണ്ട്, ഞാൻ അവനൊരു പണി കൊടുക്കും, ഞാൻ എവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാനൊരു പണി കൊടുത്തിട്ടേ പോവുകയുള്ളൂ. നോ, യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ക്ഷമിക്കുവാനും അനുഗ്രഹിക്കുവാനും സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനുമല്ലാതെ യേശു ക്രിസ്തു വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഈ 4 കാര്യമാണ്. ഹല്ലേലൂയ. അത് പിൻപറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ തമ്മിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ശത്രുക്കളെ സ്നേഹിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുക, വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക, ഗുണം ചെയ്യുക, ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, ഗുണം ചെയ്യുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്താവിൻ്റെ രീതി. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ പാതയെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുവാനും ഗുണം ചെയ്യുവാനും
അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ ചെയ്യണം. ആരെല്ലാം ഞങ്ങൾക്ക് എതിരായി നിന്നാലും, ഞങ്ങളെ ശപിച്ചാലും, ഉപദ്രവിച്ചാലും, ദോഷം ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും അവരെ സ്നേഹിക്കുവാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഞങ്ങൾ നിൻ്റെ അനുഗാമികളാകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.